ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് തജ്വീദുൽ ഖുർആൻ വാർഷിക പരീക്ഷയ്ക്ക് ആവശ്യമായ ചില ചോദ്യങ്ങളും അതിന് എങ്ങനെ ഉത്തരങ്ങളും മനസ്സിലാക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത്. എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നമുക്ക് 3ാം ക്ലാസ്സിൻ്റെ തജ്വീദിൽ നമ്മൾ ഉന്നത്തുൻ നൂന്, ഉന്നത്തുൻ മീമ്, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും 5 വിധികളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ അഹ്കാമും മീമി സാക്കിന, അഹ്കാമും മീമി സാക്കിനയുടെ വിധികൾ. അഹ്കാമും മീമി സാക്കിനക്ക് 3 വിധികളാണ്: ഇദ്ഗാം, ഇഖ്ഫാ, ഇൽഹാർ. അങ്ങനെയുള്ള വിഷയങ്ങളും പിന്നെ വരുന്നത് ഖുർആനിലെ വഖഫുകളെ കുറിച്ചിട്ടുമാണ് നമുക്കൊരു പാഠം വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്യണം എപ്പോൾ? അങ്ങനെ ചോദ്യം വന്നാൽ നമ്മൾ എന്താ എഴുതുക? നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് വന്നതെങ്കിൽ, അപ്പോൾ ഇവിടെ സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്യണം എപ്പോഴെന്നാണ്. അപ്പോൾ സാക്കിനായ മീമിനെയാണ് മനസ്സിലാക്കണം, നൂനിനെ അല്ല, തൻവീനല്ല. സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്യണം എപ്പോഴെന്നാണ്. അപ്പോൾ ഇവിടെ സാക്കിനായ മീം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. സാക്കിനായ മീം സുക്കൂനുള്ള മീമും വരാം, സുക്കൂനില്ലാത്ത മീമും വരാം. അങ്ങനെ രണ്ടും വരുന്നതാണ് സാക്കിനായ മീം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാക്കിനായ മീമിന് ശേഷം ബാ വന്നാലാണ് ഇഖ്ഫാ ചെയ്യേണ്ടത്. അപ്പോൾ സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്യണം എപ്പോഴെന്ന് ചോദിച്ചാൽ സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. ബാ മനസ്സിലാക്കുക. അപ്പോൾ അവിടുന്ന് നമുക്ക് സാക്കിനായ മീമിൻ്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാം ചെയ്യണം. അതും കൂടെ മനസ്സിലാക്കാം. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം ചെയ്യണം. ഈ മീമും ബാഉം അല്ലാത്ത ഏത് അക്ഷരങ്ങൾ വന്നാലും അവിടെ നമ്മൾ ഇൽഹാറാണ് ചെയ്യേണ്ടത്. അതുകൂടി മനസ്സിലാക്കുക. ഫാഉം വാവും വന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫാഉം വാവും വരുമ്പം അവിടെ ഇൽഹാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരക്ഷരമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം, ബാ വന്നാൽ ഇഖ്ഫാ, ബാക്കിയുള്ള അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ. അപ്പോൾ സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്യണം എപ്പോൾ എന്ന് ചോദിച്ചിട്ട് നമുക്ക് 3 ഉദാഹരണങ്ങൾ തന്നെന്ന് കരുതിക്കോളൂ. 3 ഉദാഹരണങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സാക്കിനായ മീമിന് ശേഷം ബാ വന്നതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ശരിയടയാളപ്പെടുത്തേണ്ടത്. ടിക്ക് ചെയ്യാമെന്ന ചോദ്യമാണെങ്കിൽ സാക്കിനായ മീമിന് ശേഷം ബാ വന്ന ഉദാഹരണം നോക്കുക. അതിനാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നോക്കൂ, തർമീഹിം ബിഹിജാറത്തി. സാക്കിനായ മീം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. മീമിന് ഹർക്കത്തുകളൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ സാക്കിനായ മീം തന്നെയാണ്. സുക്കൂനിട്ട മീം എന്ന് പറഞ്ഞാൽ അത് സാക്കിനായ മീം തന്നെയാണ്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ സാക്കിനായ മീമിന് ശേഷം തർമീഹിം ബിഹിജാറത്തി, മീമിന് ശേഷം ബാ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ ഇഖ്ഫാ ചെയ്യണം. മീമിന് ശേഷം ഹാ വന്നു. ഇവിടെ ഹാ വന്നാൽ എന്താണ്? മീമിന് ശേഷം ബാവും മീമിന് ശേഷം മീമും അല്ലാത്ത വേറെ ഏത് അക്ഷരങ്ങൾ വന്നാലും ഇൽഹാറാണ്. അപ്പോൾ ഇവിടെ ഹാ വന്നാൽ ഇൽഹാറാണ് ചെയ്യേണ്ടത്, ഇൽഹാർ. അപ്പോൾ ഇവിടെ മീമിന് ശേഷം മീമ് വന്നു. അപ്പോൾ അവിടെ ഇദ്ഗാമാണ്, ഇദ്ഗാം ചെയ്യണം. അപ്പോൾ നമുക്ക് വന്ന ചോദ്യം എന്താന്ന് നോക്കുക. സാക്കിനായ മീമിനെ ഇദ്ഗാം ചെയ്തതിന് ഉദാഹരണമാണെങ്കിൽ മീമിനോട് ചേർന്ന് മീമ് വന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അത് ടിക്ക് ചെയ്യാം.
ഇഖ്ഫാ ചെയ്തതിൻ്റെ ഉദാഹരണം ഏതാന്ന് നോക്കുകയാണെങ്കിൽ മീമിൻ്റെ ശേഷം ബാ. അതിപ്പോൾ ഈ ആയത്ത് തന്നെ ആവണമെന്നില്ല, ഈ വേർഡ്സ് തന്നെ ആവണമെന്നില്ല, തർമീഹിം ബിഹിജാറത്തിൽ തന്നെ ആവണമെന്നില്ല. നമുക്ക് ബാ വരുന്ന കുറേ വേർഡ്സുകളുണ്ട് ഖുറാനിൽ. അതിലേതെങ്കിലും ഒന്നായിരിക്കും തരിക. നിങ്ങൾക്ക് നിങ്ങളെ പാടത്തു നിന്ന് തന്നെയുള്ള ഉദാഹരണങ്ങളാണ് തരിക. അപ്പോൾ ഇവിടെ ബാ വന്നാലാണ് ഇഖ്ഫാ. ഈ മീമും ബാവും അല്ലാത്ത ഏത് ഹർഫുകളാണ് മീമിൻ്റെ ശേഷം വന്നതെങ്കിലും വേറെ ഏത് അക്ഷരം വന്നാലും അവിടെ നമ്മൾ ഇൽഹാർ. അപ്പോൾ ഇൽഹാർ സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്തതിന് ഉദാഹരണം എന്ന് വെച്ചാൽ മീമും ബാവും അല്ലാത്ത വേറെ ഏത് അക്ഷരം വന്നതിനാണെങ്കിലും നമുക്കവിടെ ശരിയടപ്പെടുത്താം. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഷജറത്തിൻ മുബാറകത്തിൻ. ഇവിടെ എന്ത് നിയമമാണ് വന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എന്താണ് വന്നത്? ഷജറത്തിൻ മുബാറകത്തിൻ. സാക്കിനായ നൂനോ തൻവീനോ സാക്കിനായ മീമോ ഉണ്ടോ നോക്കുക. അപ്പോൾ നമുക്കവിടെ ഷജറത്തിൻ എന്ന താഇന് തൻവീൻ വന്നതായിട്ട് കാണാം. ഷജറത്തിൻ മുബാറകത്തിൻ എന്ന അവസാനത്തിലല്ല, ഷജറത്തിൻ എന്ന താഇന് ഹാത്തായിന് തൻവീൻ വന്നു. തൻവീനു ശേഷം അടുത്ത അക്ഷരം മീമാണ് വന്നത്. ഷദ്ദുള്ള മീമ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ എന്താണ് തൻവീനിനെ ഇദ്ഗാം ചെയ്ത് മീമിലേക്ക് ഉന്നത്തോടു കൂടി ഓതണം. അപ്പോൾ ഇവിടെ ഷജറത്തിൻ മുബാറകത്തിൻ ഇവിടെ വന്നത് എന്താണ്? ഇദ്ഗാമും ബിയുന്നയാണ്. തൻവീനു ശേഷം മീമ് വന്നു. അപ്പോൾ ഇദ്ഗാം ബിയുന്നയുടെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? നൂന്, വാവ്, മീമ്, യാ. ഈ അക്ഷരങ്ങളാണ് ഇദ്ഗാം ബിയുന്നയുടെ അക്ഷരങ്ങൾ. അപ്പോൾ തൻവീനിൻ്റെയോ നൂനിൻ്റെയോ സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഇദ്ഗാം ബിയുന്ന ചെയ്യണം. ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യണം. മനസ്സിലാക്കുക. എന്താണ് ഇദ്ഗാം ബിയുന്ന എന്ന് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇദ്ഗാം ബിയുന്നയെ കുറിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ടിലാണ് പഠിച്ചത്, ഇൽഹാറും ഇദ്ഗാം ബിയുന്നയും. അപ്പോൾ അതൊന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് പാഠഭാഗം എടുത്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. സാക്കിനായ നൂനിനെ ഇദ്ഗാം ചെയ്യരുത്. സാക്കിനായ നൂനിനെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ സാക്കിനായ നൂനിനെയും തൻവീനെയും ഇദ്ഗാം ചെയ്യണമെന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ സാക്കിനായ നൂനിനെ ഇദ്ഗാം ചെയ്യരുത്. കാരണം എന്താണ്? അപ്പം എന്താണ് അവിടെ കാരണം? ഇവിടെ നമുക്കൊരു ഓപ്ഷണൽ ക്വസ്റ്റ്യനാണ് വന്നതെന്ന് വിചാരിച്ചോളൂ, ടിക്ക് ചെയ്യാനുള്ള. അപ്പോൾ അവിടെ 3 ഉദാഹരണങ്ങൾ തരും. എന്തൊക്കെയാണ് തരിക? ബുന്യാനുൻ മിർ റബ്ബിഹിം മിമ്മാഇൻ. അപ്പോൾ ഇവിടെ മിർ റബ്ബിഹിം എന്നിടത്ത് ഇദ്ഗാമും ബിലാവുന്നയും മിമ്മാഇൻ എന്നിടത്ത് ഇദ്ഗാമും ബിയുന്നയും ചെയ്യണം. അപ്പം നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞ ബുന്യാനുൻ ദുന്യ ഇങ്ങനെ വന്നതിൽ ഇദ്ഗാം ചെയ്യാൻ പാടില്ല. അത് കാരണം എന്താ? അതാണ് അവിടെ നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. ദുന്യ, ബുന്യ, കിൻവാനുൻ, സിൻവാനുൻ ഇങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ അവിടെ വന്നാൽ അവിടെ നമ്മൾ ടിക്ക് ചെയ്യാൻ പാടില്ല. ഇദ്ഗാം ചെയ്യരുത് ഏതാണെന്നാണ് ചോദിച്ചത്. എന്താണ് കാരണം? എന്താണ്? ഇദ്ഗാം ബിയുന്നയുടെ അക്ഷരവും നൂനും ഒരേ കലിമത്തിൽ വന്നതാണ് ഇവിടെ കാരണം, ചേർന്ന് വന്നതാണ് ഇവിടെ കാരണം. അങ്ങനെ വന്നാൽ അവിടെ ഇൽഹാറാണ് ചെയ്യേണ്ടത്. അവിടെ ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ്. അതിന് ഇൽഹാർ മുത്ലക്ക് എന്ന് പറയും. മനസ്സിലാക്കുക. സാക്കിനായ നൂനും ഇദ്ഗാം ബിയുന്നയുടെ അക്ഷരവും ഒരേ കലിമത്തിൽ ചേർന്ന് വന്നതാണ് അവിടെ കാരണം, ഇദ്ഗാം ചെയ്യാത്തതിന് കാരണം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള നമുക്ക് വീഡിയോ ഒന്ന് നോക്കാം. അപ്പോൾ അത് നോക്കൂ. കിൻവാനുൻ, സിൻവാനിൻ, ബുന്യാനുൻ, ദുന്യ ഇങ്ങനെ 4 വേർഡ്സാണ് ഇൽഹാർ മുത്ലക്ക് വന്നത് നമ്മുടെ ഖുറാനിൽ. ഇങ്ങനെ 4 സ്ഥലങ്ങളിൽ മാത്രമാണ് ഖുറാനിൽ ഇൽഹാർ മുത്ലക്ക് വന്നത്. ഇവിടെ നൂനും വാവുമാണ് വന്നത്. ഇദ്ഗാമും ബിയുന്നയുടെ അക്ഷരമായ വാവ്, നൂനിന് ശേഷം വാവ്, അത് ഒരേ കലിമത്തിൽ വന്ന് നൂനും വാവും കൂടി ഒരേ കലിമത്തിൽ. ഇവിടെയും നൂനും വാവും ഒരേ കലിമത്തിൽ വന്ന്.
ഇവിടെ നൂനും യാവും അതൊരേ കലിമത്തിൽ, ഇവിടെയും നൂനും യാവും ഒരേ കലിമത്തിൽ വന്നു. അതുകൊണ്ട് അവിടെ ഇദ്ഗാം ചെയ്യാതെ ഇൽഹാർ ചെയ്യണം. ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ്. അതിനാണ് ഇൽഹാർ മുത്തലക്ക് എന്ന് പറയുന്നത്. ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ്. ഇവിടെ നൂനിന് ശേഷം അതേ കലിമത്തിൽ ഇദ്ഗാം ബിയുന്നയുടെ അക്ഷരം ചേർന്ന് വന്നതാണ് ഇവിടെ കാരണം. അപ്പോൾ ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള ചോദ്യം വരും. നൂനിന് ശേഷം അതേ കലിമത്തിൽ ഇദ്ഗാം ബിയുന്നയുടെ അക്ഷരം വന്നാൽ ഡാഷ് എന്താണ്? ഇൽഹാർ ചെയ്യണം. മനസ്സിലാക്കുക. അപ്പോൾ അത് ഉദാഹരണം മനസ്സിലാക്കുക. ടിക്ക് ചെയ്യാൻ വരുമ്പോൾ മനസ്സിലാക്കി വരിക. കിൻവാനുൻ എന്നതിൽ, അതിവിടെ നമ്മൾ പറഞ്ഞതിൽ യാ ആണ് ഒരേ പദത്തിൽ വന്നത്. അപ്പം ഇങ്ങനെ കിൻവാനുൻ എന്നതിൽ നൂനിനെ ഇദ്ഗാം ചെയ്തില്ല. കാരണം എന്താ കാരണം? നൂനും ഇദ്ഗാം ബിയുന്നയുടെ അക്ഷരമായ വാവും ഒരേ കലിമത്തിൽ വന്നാൽ അവിടെ ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇദ്ഗാം ചെയ്യാതിരുന്നത്. മനസ്സിലാക്കി പഠിക്കുക. ചോദ്യം വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. നൂനും വാവും വരുന്നതും നൂനും യാവും. അപ്പോൾ അങ്ങനെ എഴുതിയാൽ മതി. ഇദ്ഗാം ബിയുന്നയുടെ അക്ഷരവും നൂനും ഒരേ പദത്തിൽ വന്നത് കൊണ്ടാണ് അവിടെ ഇദ്ഗാം ചെയ്യാതിരുന്നത്. അങ്ങനെ ഒരേ പദത്തിൽ വന്നാൽ അവിടെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ ഓപ്ഷണൽ ചോദ്യം വരികയാണെങ്കിൽ ഇതേപോലെ ഒരേ പദത്തിൽ നൂനും യാവും വന്നത് ഇൽഹാർ മുത്തലക്കിന് ഉദാഹരണം മനസ്സിലാക്കുക. അതാണ് ടിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇദ്ഗാം ചെയ്തിട്ടില്ല എന്നത് ചോദ്യം വരുമ്പോഴും ഇത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇദ്ഗാം ചെയ്തതിന് ഉദാഹരണം വന്നിക്കുകയാണെങ്കിൽ കിൻവാനും എന്നുള്ള ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അതിന് പോയി ആരും ശരിയിടരുത് കേട്ടോ. ഇവിടെ ഇദ്ഗാം ചെയ്തതിന് ഉദാഹരണം, താഴെ ഇദ്ഗാം ചെയ്തതിന് ഉദാഹരണം 3 വരും. ഏതൊക്കെ? മിർ റബ്ബിഹിം, കിൻവാനുൻ, മിമ്മായിൻ. ഇതിൽ ഇദ്ഗാം ചെയ്തതിന് ഉദാഹരണമാണ്. അപ്പോൾ അവിടെ ഇദ്ഗാം ചെയ്തതിന് ഉദാഹരണം മിമ്മായിൻ, നൂനിന് ശേഷം മീമ് വന്ന്, അതാണ് അവിടെ ഇദ്ഗാം ചെയ്തത്. മനസ്സിലാക്കുക. നൂനിനോട് ചേർന്ന് വാവ് വന്നത് അവിടെ ഇദ്ഗാമല്ല, ഇൽഹാറാണ് കേട്ടോ. അടുത്തത് സാക്കിനായ നൂനിനെ ഇക്ലാബ് ചെയ്തതിന് ഉദാഹരണം. അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻ തന്നെന്ന് കരുതാം. ഇക്ലാബ് ചെയ്തതിന് ഉദാഹരണം ടിക്ക് ചെയ്യാനാണ് വരിക. അപ്പോൾ ഇക്ലാബ് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? സാക്കിനായ നൂനിന് ഇക്ലാബ് ചെയ്തതാണ് ഇവിടെ ചോദ്യം. അതുപോലെ തൻവീനിനെ ഇക്ലാബ് ചെയ്തതിന് ഉദാഹരണം വന്നാൽ നമുക്ക് അതും മനസ്സിലാക്കണം. അതും നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. ഇക്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. സാക്കിനായ നൂനിൻ്റെ തൻവീൻ്റെ ശേഷം ബാ വന്നാൽ നൂനിനെയും തൻവീനെയും മീമാക്കി ഉന്നത്ത് ചെയ്താൽ ഇതാണ് ഇക്ലാബ്. ഇക്ലാബ് മനസ്സിലാക്കുക. അപ്പോൾ ഇക്ലാബിനെ സൂചിപ്പിക്കാൻ മുസഫുകളിൽ എന്താ ചെറിയൊരു മീം. അപ്പോൾ ഇത് ബ്രാക്കറ്റ് തന്നിട്ട് ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് മനസ്സിലാക്കുക. ചെറിയ മീമാണ് ഉണ്ടാവുക. നമ്മൾ വഖഫിൻ്റെ ഇതിൽ വരുന്ന വലിയ മീമല്ല. ഇതെന്തിൻ്റെ സൂചിപ്പിക്കുന്നത്? ഇക്ലാബ് ചെയ്യണം എന്നാണ് അവിടെ നമുക്ക് സൂചിപ്പിച്ച് തരുന്നത്, മനസ്സിലാക്കി തരുന്നത്. ഇവിടെ തൻവീനാണ്. മഷാഇൻ എന്ന ഇൻ എന്ന തൻവീന് ഒരു തൻവീനിന് പകരം മീമാണ് ഇവിടെ ഇട്ടത്. അപ്പോൾ തൻവീനെ മീമാക്കി ഉന്നത്ത് ചെയ്യണം. ഇവിടെ തൻവീന് ശേഷം ബാ വന്നു. അങ്ങനെ വരുമ്പോഴാണ് ഇക്ലാബ് വരുന്നത്, മനസ്സിലാക്കുക. നമുക്ക് ഓപ്ഷണൽ ചോദ്യം അവർ വരണമെന്നുണ്ടെങ്കിൽ തൻവീൻ്റെ ശേഷം ബാ വന്നതിന്, അതുപോലെ നൂനിൻ്റെ ശേഷം ബാ വന്നത്, ഇങ്ങനെയാണ് ഇക്ലാബ് വരിക. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇക്ലാബ് വന്നതിന് ഉദാഹരണം ഇതുപോലെയോ ഉണ്ടാവും. അതാണ് മനസ്സിലാക്കേണ്ടത്. തൻവീൻ്റെ ശേഷം ബാ വന്നത്, നൂനിൻ്റെ ശേഷം ബാ വന്നത്. നന്നായി മനസ്സിലാക്കുക. അടുത്തത് ശ്വാസം വിടാതെ അല്പം അടങ്ങലാണ്. നമുക്ക് വഖഫിൻ്റെ ചില അടയാളങ്ങളൊക്കെ പരിചയപ്പെടുത്തിയ പാഠം. അതിൽ ശ്വാസം വിടാതെ അല്പം അടങ്ങലാണ്. ഡാഷാണ് തന്നതെങ്കിൽ അവിടെ നമ്മൾ എഴുതണം എന്ത്? സക്കത്ത എന്ന് എഴുതണം. സീനിൻ്റെ അക്ഷരം നമുക്ക് സൂചിപ്പിക്കും. സക്കത്തയെ സൂചിപ്പിക്കാൻ സീനാണ് ഖുർആനിലുണ്ടാവുക. ആയത്തുകളുടെ മുകളിലായിട്ട് സീൻ ഉണ്ടാവും. അപ്പോൾ അവിടെ എന്താണ്? ശ്വാസം വിടാതെ അല്പം അടങ്ങണം. അപ്പോൾ എന്താണ് സക്കത്ത?
എന്താണ് സക്കത്ത? ശ്വാസം വിടാതെ അല്പം അടങ്ങലാണ് സക്കത്ത. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ളതും ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടും വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ ആയിട്ട് വരുന്ന ചോദ്യത്തിൻ്റെ ആൻസറാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ഓപ്ഷണലായിട്ട് തരികയാണ് മീമ്, ജീമ്, സീന്. അപ്പോൾ ഇതിൽ എവിടെയാണ് ശ്വാസം വിടാതെ അല്പം അടങ്ങൽ എന്ന് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം അതിൽ സീനിൻ്റെ അടുത്താണ് നമ്മൾ പോയിട്ട് ടിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ അലാമാത്തുൽ വഖഫ് എന്ന പാഠത്തിലേക്ക് നോക്കൂ. അവിടെ നമുക്ക് വഖഫിനെ കുറിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കുക. ഇതുപോലെ മാച്ച് ചെയ്യാൻ രീതിയിൽ വരും. നിങ്ങൾക്ക് തദ്രിബാത്തിൽ വന്ന നസിൽ എന്നതുപോലെ മാച്ച് ചെയ്യാൻ വരും. അപ്പോൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചാലാണ് മാച്ച് ചെയ്യുന്നത് നമുക്ക് ശരിയാക്കാൻ കഴിയുള്ളൂ. അതുപോലെ ഈ ചിഹ്നം തരും. ഇത് ഡാഷിനെ സൂചിപ്പിക്കുന്നു. എന്താണ്? ആയത്ത് അവസാനിപ്പിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഖുറാനിൽ ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ചോദ്യം വരാം. ആയത്ത് അവസാനിപ്പിച്ചു എന്ന്. പിന്നെ നിർത്തൽ അത്യാവശ്യമാണ്. നിർത്തൽ അത്യാവശ്യമാണ് എന്നതിനെ സൂചിപ്പിക്കുന്ന ഈ 3 ഓപ്ഷൻ തരും. അപ്പം നമുക്ക് മീമ് ടിക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയണം. അപ്പം മീമിനാണ് നിർത്തൽ അത്യാവശ്യം. അതുപോലെ നിർത്തൽ ഏറ്റവും നല്ലത് കീല്, കില. മനസ്സിലാക്കുക. കീല്, കില എന്നൊക്കെ ഉച്ചാരണത്തിൽ നമ്മൾ എളുപ്പത്തിന് പറയുന്നതാണ്. കാഫുൽ ലാമുമാണ് അത് കേട്ടോ. നിർത്തൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതും നിർത്തൽ ഏറ്റവും നല്ലതാണ് സൂചിപ്പിക്കുന്നത് എന്ത്? കീലും ജീമും സീലും തന്നാൽ നമുക്ക് കീല് ടിക്ക് ചെയ്യാൻ കഴിയണം. ജീമ് നിർത്താം എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. നിർത്താം. ഖുറാനോത്തിൽ ജീമ് കാണുമ്പോൾ അവിടെ ജീമുള്ളിടത്ത് നിർത്താം എന്ന് സൂചിപ്പിക്കുന്നു. സീല് ചേർത്തി ഓതലാണ് നല്ലത്. ലാമ് കണ്ട അവിടെ നിർത്താൻ പാടില്ല എന്നാണ്. നിർത്തരുത്. ലാമ് നിർത്തരുത്. അപ്പോൾ ഇത് 2 സ്ഥലങ്ങളിൽ അല്പം വിട്ടിട്ട്, ഇപ്പോൾ ഇവിടെയും തരും ഇവിടെയും തരും, ഇത്ര ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. അങ്ങനെ 3 ഡോട്ട് തന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് 2-ൽ-1 നിർത്താമെന്നാണ്. അപ്പോൾ മനസ്സിലാക്കുക. പിന്നെ സീന് സക്കത്ത ശ്വാസം വിടാതെ അല്പടങ്ങ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുക. മാച്ച് ചെയ്യുന്ന ചോദ്യമായിട്ട് വരാം, ടിക്ക് ചെയ്യുന്ന ചോദ്യമായിട്ട് വരാം, 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. നിർത്തൽ ഏറ്റവും നല്ലതാണ് എന്ന് സൂചിപ്പിക്കുന്നത് എന്ത്? അപ്പോൾ കീല് നമ്മളവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ നന്നായി മനസ്സിലാക്കി പഠിക്കട്ടെ ഈ പാഠഭാഗം. അപ്പോൾ ഇവിടെ ഒരു വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള ചോദ്യമായിട്ട് നമുക്ക് പഠിക്കാം. എന്ത്? ആയത്തുകൾക്കിടയിൽ നിർത്തുന്നത് ഡാഷ് ചിഹ്നങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം. എന്താണ്? വഖഫിൻ്റെ ചിഹ്നങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം. ആയത്തുകൾക്കിടയിൽ നിർത്തുന്നത് വഖഫിൻ്റെ ചിഹ്നങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം. മനസ്സിലാക്കട്ടോ. ഇനി അടുത്ത ഉദാഹരണം നോക്കൂ. നസാഅത്തൽ ലിഷവ. നസാഅത്തൽ ലിഷവ. അവിടെ എന്താണ്? സാക്കിനായ നൂനോ തൻവീനോ മീമോ ഒന്നെന്ന് നോക്കാം. അപ്പം എന്താ വന്നത് അവിടെ? നസാഅത്തൻ എന്ന അവസാനത്തെ ഹാത്തന് തൻവീ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? തൻവീന്. തൻവീൻ്റെ ശേഷം അടുത്ത വന്ന അക്ഷരം ഏതാണ്? ലാമാണ് അല്ലേ? അപ്പം ലാം എന്തിൻ്റെ ഹർഫാണ്? ഇദ്ഗാം ബിലാഉന്ന. ഇദ്ഗാം ബിലാഉന്നയുടെ ഹർഫാണ് ലാമും റാവും. ലാമും റാവും. അപ്പം എന്താണ് ഇദ്ഗാമും ബിലാഉന്ന? എന്താണ് ഇദ്ഗാം ബിലാഉന്ന? സാക്കിനായ നൂനിൻ്റെ തൻവീൻ്റെ ശേഷം ലാമ് റാ എന്നീ ഹർഫുകൾ വന്നാൽ അവിടെ ഉന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ഇതിനാണ് ഇദ്ഗാം ബിലാഉന്ന എന്ന് പറയുന്നത്. സാക്കിനായ നൂനിൻ്റെ തൻവീൻ്റെ ശേഷം ലാമ് റാ എന്നിവ വന്നാൽ അവിടെ ഉന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്ത് ഓതണം. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഉന്നത്ത് കൂടാതെ ഓതിയതിന് ഉള്ള ഉദാഹരണമാണ് നസാഅത്തൽ ലിഷവ എന്നത്. അപ്പോൾ ഓപ്ഷനാണ്. ഓപ്ഷനിൽ ചോദ്യങ്ങൾ വരും. എന്ത്? ഉന്നത്ത് കൂടാതെ ഓതണം, തൻവീനിനെ ഉന്നത്തോടു കൂടി ഓതണം, മറച്ചു മണിച്ചോതണം. 3 ഓപ്ഷൻ തന്നു. അപ്പോൾ നമ്മൾ അവിടെ ഏതാണ് ശരി ഇടയപ്പെടുത്തേണ്ടത്? ഉന്നത്ത് കൂടാതെ ഓതണം എന്നതാണ് നമ്മൾ ശരി ഇടയപ്പെടുത്തേണ്ടത്. മനസ്സിലാക്കുക. നമുക്കൊന്ന് ഇദ്ഗാം ബിലാഉന്നയുടെ വീഡിയോ ഒന്ന് കാണാം.
ഇദ്ഗാമും ബിയുന്നയും ഇദ്ഗാമും ബിലാവുന്നയും മനസ്സിലാക്കുക. നൂന് വാവ് യാ മീമ് അതാണ് ഇദ്ഗാമും ബിയുന്നയുടേത്. ലാമും റാഉ ആണ് ഇദ്ഗാമും ബിലാവുന്നയുടേത്. അത് അക്ഷരം മനസ്സിലാക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് ഉദാഹരണം നോക്കിയിട്ട് പെട്ടെന്ന് എഴുതാൻ കഴിയും. ഇവിടെ മൈ യാമൽ നൂനിന് ശേഷം യാ വന്നു, നൂനിന് ശേഷം യാ. അപ്പോൾ ഇവിടെ ഇദ്ഗാമും ബിയുന്നയാണ് മനസ്സിലാക്കുക. നൂനിന് ശേഷം യാ ഇദ്ഗാമും ബിയുന്ന. ഇവിടെ മുഹമ്മദുർ റസൂലുള്ള തൻവീനാണ്. ദുൻ എന്നത് തൻവീനാണ്. തൻവീൻ എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും. ഫത്ത് തൻവീൻ, ലമ്മ് തൻവീൻ, കസറ തൻവീൻ, അതാണ് തൻവീൻ. അപ്പോൾ ദുൻ എന്ന തൻവീനിന് ശേഷം റാ വന്നു. അപ്പോൾ റാവും ലാമും എന്തിൻ്റെതാ? ഇദ്ഗാമും ബിലാവുന്നയുടേതാണ്. അപ്പോൾ ഇവിടെ ഇദ്ഗാമും ബിലാവുന്ന ഉന്നത്ത് കൂടാതെ ഓതണം. ഇദ്ഗാമും ബിയുന്ന ഉന്നത്തോടെയും ഓതണം. ലഇല്ലം നൂനിനെ ഇദ്ഗാമും ബിലാവുന്ന ചെയ്യണം. ലാമാണ് അടുത്തത് വന്നത്. ലഇല്ലം ഉന്നത്ത് കൂടാതെ, ലഇല്ലം ഉന്നത്ത് കൂടാതെ. അപ്പോൾ നൂനിന് ശേഷം ലാമ് വന്നു, ഇദ്ഗാമും ബിലാവുന്ന. അടുത്ത തീനില്ല തൻവീനിന് ശേഷം ലാമ്, തൻവീനിന് ശേഷം ലാമ്, ഇദ്ഗാമും ബിലാവുന്ന. മിം വാലി നൂനിന് ശേഷം വാവ്, മിം വാലി ഉന്നത്തോട് കൂടിയിട്ട് ഓതണം. ഇദ്ഗാമും ബിയുന്ന നൂനിന് ശേഷം വാവാണ് വന്നത്. ഇദ്ഗാമും ബിയുന്ന മനസ്സിലാക്കുക. അടുത്തതാ മിം മസദിൻ നൂനിന് ശേഷം മീമ്, മിം മസദിൻ ഉന്നത്ത് ചെയ്യണം. ഇദ്ഗാമും ബിയുന്നയാണ് കേട്ടോ, മനസ്സിലാക്കുക. അഫൂറുർ റഹീം തൻവീനിന് ശേഷം റാ, തൻവീനിന് ശേഷം റാ, ഇദ്ഗാമും ബിലാവുന്ന. അപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കുക. ഇദ്ഗാം ബിയുന്നയുടെയും ഇദ്ഗാം ബിലാവുന്നയുടെയും അക്ഷരം നോക്കുക, നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് നൂനിൻ്റെ ശേഷമാണോ വന്നത്, തൻവീൻ്റെ ശേഷമാണോ വന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ നമുക്ക് വന്ന അക്ഷരം നോക്കിയിട്ട് നമുക്കവിടെ ഏതാ നിയമം എന്ന് മനസ്സിലാക്കാം. അപ്പം ഇങ്ങനെ ഒരു ആയത്ത് തന്ന് മിം മസദി, ഇവിടെ എന്താണ് വിധി? അപ്പോൾ നമുക്ക് എഴുതാൻ കഴിയണം ഇദ്ഗാമും ബിയുന്ന, ഇദ്ഗാമും ബിയുന്ന. നൂനിന് ശേഷം മീമ് വന്നു, ഇദ്ഗാമും ബിയുന്ന. നൂനിന് ശേഷം വാവ് വന്നു, ഇദ്ഗാമും ബിയുന്ന. തൻവീന് ശേഷം ലാമ് വന്നു, ഇദ്ഗാമും ബിലാവുന്ന. ഉന്നത്ത് കൂടാതെ ഓതി. കാരണം എന്താണ്? തൻവീന് ശേഷം ലാമ് വന്നത് കൊണ്ടാണ് അവിടെ ഇദ്ഗാമും ബിലാവുന്ന ചെയ്തത്. അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി ചെയ്യാൻ കഴിയണം. അപ്പം നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ലാമ് റാ ഇത് വന്നാൽ മനസ്സിലാക്കി പഠിക്കാം. അടുത്തത് ബുന്യ എന്നതിലെ നൂനിനെ ഇൽഹാർ ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? ബുന്യ എന്നതിലെ നൂനിനെ ഇൽഹാർ ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ അവിടെ ഇൽഹാർ മുത്ലക്ക്, അവിടെ ഇൽഹാർ ചെയ്യുന്നതിൻ്റെ വിധി നിർബന്ധമാണ്. ബുന്യ എന്നതിൽ നൂനും യാവും ഒരേ പദത്തിൽ വന്നു അവിടെ ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ അവിടെ വിധി വന്നാൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. വിധി നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് അമ്പത്തക്കും എന്നതിലെ സാക്കിനായ നൂനിൻ്റെ വിധി. അവിടെ രണ്ടാമത്തെ അക്ഷരം തന്നെ ആയിട്ട് നൂന് വന്നിട്ടുണ്ട്. അവിടെ സാക്കിനായ നൂനിൻ്റെ വിധി എന്താണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. നൂന് കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം വന്നത് ഏതാണെന്ന് നോക്കുക. ഏതാണ്? ബ ആണ്. അപ്പോൾ അവിടെ നമ്മൾ നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്യണം, മീമാക്കി ഉന്നത്ത് ചെയ്യണം. അപ്പോൾ അവിടെ സാക്കിനായ നൂനിൻ്റെ വിധി എന്താണ്? മീമാക്കി ഉന്നത്ത് ചെയ്യൽ ഏതാണ്? ഇക്ലാബാണ്. ഇക്ലാബ്. സാക്കിനായ നൂനിനെയും തൻവീനെയും മീമാക്കി ഉന്നത്ത് ചെയ്യണം, ഇക്ലാബ്. അപ്പോൾ അതവിടെ മീമാക്കി ഉന്നത്ത് ചെയ്യാൻ നൂനിൻ്റെയും ചെറിയൊരു മീമ് നമുക്ക് കാണാം, ഖുറാനിലെ എഴുത്തുകളിലൊക്കെ കാണാം. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. മീമ് ചെറിയൊരു മീമാണ്. മീമ് വഖഫിൻ്റെ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മീമ് വരുമ്പോൾ വഖഫ് ചെയ്യണം. ഇത് ആ നൂനിൻ്റെയും തൻവീൻ്റെയും മുകളിലായിട്ട്, തൻവീനിൽ ഒരു ഹർക്കത്തിന് പകരം മീമായിട്ടിടാം. അങ്ങനെയൊക്കെ ഉണ്ട്, മനസ്സിലാക്കുക. നമുക്കൊന്ന് ഉദാഹരണം നോക്കിയിട്ട് മനസ്സിലാക്കാം. അടുത്തത് ഇദ്ഗാമും ബിലാവുന്ന. ഇദ്ഗാമും ബിലാവുന്ന അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ്, എന്നാലും ഇവിടെ ഇദ്ഗാമും ബിലാവുന്നയെ കുറിച്ചിട്ട് മനസ്സിലാക്കാം.
അടുത്തൊരു ചോദ്യം വരികയാണ്, ഇഖ്ലാബ് ചെയ്യണമെന്ന് സൂചിപ്പിക്കുന്നു. ഇഖ്ലാബ് ചെയ്യണമെന്ന് സൂചിപ്പിക്കുന്നതിന് അടയാളം എന്താണെന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. എന്താണ്? നൂനിൻ്റെയും തൻവീൻ്റെയും മുകളിൽ മീമ് വരും. മുകളിൽ ഫതഹ് തൻവീനാണെങ്കിൽ നൂനാണെങ്കിലും മുകളിൽ മീമ് വരും. കസറ് തൻവീനൊക്കെ ആണെങ്കിൽ താഴെ വരും. ലൊമ്മ് തൻവീനാണെങ്കിൽ മുകളിൽ വരും. അപ്പോൾ നൂന് സാക്കിനായ നൂനിൻ്റെ മുകളിലായിട്ടായി വരും കേട്ടോ. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇഖ്ലാബ് ചെയ്യണമെന്ന് സൂചിപ്പിക്കുന്നു, മീമ് വരുന്നതാണ് കേട്ടോ. മിംബാക്കിയ, മിംബാക്കിയ ഇവിടെ എന്താണ് വിധി എന്നാണ് നമ്മൾ ഓപ്ഷനിൽ ടിക്ക് ചെയ്യേണ്ടത്. ഇൽഹാർ, ഇദ്ഗാമും ബിഉന്ന, ഇഖ്ലാബ്. അപ്പോൾ അവിടെ എന്താണ്? ഇഖ്ലാബാണ്. നൂനിൻ്റെ ശേഷം ബാ വന്നു, നമ്മൾ പഠിച്ചില്ല. അടുത്തത്, സാക്കിനായ നൂനും ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരവും ഒരേ കലിമത്തിൽ ചേർന്ന് വന്നാൽ ഇൽഹാർ മുത്ലക്ക്. നമ്മൾ പറഞ്ഞതാണ്, എന്നാലും ചോദ്യം വരുന്ന ഓരോ രീതികളാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവിടെ ഇൽഹാർ മുത്ലക്ക് ആണ്. അടുത്ത ഇൽഹാർ മുത്ലക്കിന് ഉദാഹരണം. ഓപ്ഷൻ വന്നാൽ അതിന്ന് ഇൽഹാർ മുത്ലക്കിൻ്റെ നൂനും ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരവും ഒരുമിച്ച് വരുന്ന ഉദാഹരണം മനസ്സിലാക്കുക. അപ്പോഴാണ് ഇൽഹാർ മുത്ലക്കാവുക. ഇൽഹാർ മുത്ലക്കിന് ഒരു ഉദാഹരണം എഴുതുക പറഞ്ഞാൽ ബുന്യ, ദുന്യ, കിൻവാനും സിൻവാനും. നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്ന് ഒരു ഉദാഹരണം എഴുതുക. അടുത്ത മാ അൻ സജ്ജാജ. മാ അൻ സജ്ജാജ എന്നതിലെ തൻവീനിനെ എന്ത് ചെയ്യണം? മാ അൻ സജ്ജാജ എന്നതിൽ അൻ എന്ന് വരുന്നിടത്ത് തൻവീനുണ്ട്. അതിൻ്റെ അടുത്ത അക്ഷരം എന്താ വന്നത്? സാ ആണ്. അപ്പോൾ അവിടെ സാ എന്തിൻ്റെ ഹർഫാണ്? ഇഖ്ഫായിൻ്റെ. ഇഖ്ഫായിന് 15 ഹർഫുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞ്, അതിലെ ഒരു ഹർഫാണ് സാ. അപ്പം തൻവീൻ്റെ ശേഷം സാ വന്നാൽ അവിടെ നമ്മൾ തൻവീനെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇഖ്ഫാ ചെയ്യണം എന്ന് എഴുതാം. ഓപ്ഷനാണെങ്കിൽ ഇദ്ഗാം, ഇഖ്ലാബ്, ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ഇഖ്ഫാ എന്നത് ടിക്ക് ചെയ്ത് കൊടുക്കാം. അടുത്ത തൻവീനെ ഇഖ്ഫാ ചെയ്തതിന് ഉദാഹരണം. തൻവീനിനെ ഇഖ്ഫാ ചെയ്തതിനാണ്. അപ്പോൾ അവിടെ തൻവീനിൻ്റെ ഉദാഹരണം വന്നത് നോക്കുക. നൂനിൻ്റെയോ മീമിൻ്റെയോ അല്ല, നൂനിൻ്റെയോ മീമിൻ്റെയോ അല്ല, തൻവീനിനെ ഇഖ്ഫാ ചെയ്തതിനാണ്. അപ്പോൾ നൂനിൻ്റെ ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ ഇവിടെ തൻവീനിനെ ഇഖ്ഫാ ചെയ്തതിന് ഉദാഹരണം തൻവീൻ ഉണ്ടോ എന്ന് നോക്കുക ഉദാഹരണത്തിൽ, എന്നിട്ട് അത് മനസ്സിലാക്കുക. അടുത്ത സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നാൽ എന്താണ്? മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം മനസ്സിലാക്കുക. ചോദ്യം വരുന്ന രീതിയാണ് മനസ്സിലാക്കുക. അടുത്ത സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്തതിന് ഉദാഹരണം. മീമിനെ ഇൽഹാർ ചെയ്തതിന് മീമിന് ശേഷം ബാവും മീമും അല്ലാത്ത ഏത് അക്ഷരങ്ങൾ വന്നാലും ഇൽഹാറാണ്. സാക്കിനായ മീമിന് ശേഷം ബാവും മീമും അല്ലാത്ത ഏത് അക്ഷരങ്ങൾ വന്നാലും. അപ്പോൾ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ സാക്കിനായ മീമിൻ്റെ ശേഷം ബാവും മീമും അല്ലാത്ത ഉദാഹരണം ഉണ്ടെങ്കിൽ അത് നമുക്കവിടെ ശരിയടയാളപ്പെടുത്താം. ഉദാഹരണം എഴുതാൻ വന്നിക്കുകയാണെങ്കിലോ, ഹും ഫീഹ, ലഹും ത്വാമുൻ, ഹും ഖൈറുൻ. ഇങ്ങനെ ഏതക്ഷരങ്ങൾ മീമിന് ശേഷം വന്നാലോ നമുക്ക് ഇൽഹാർ ചെയ്യാം. അപ്പോൾ അവിടെ ഉദാഹരണം അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതുക. അടുത്തത് ദുന്യ എന്നതിലെ നൂനിനെ ഇൽഹാർ ചെയ്യണം. ഒരുമിച്ച് അക്ഷരം വന്നതാണ്. നൂനും യാവും ഒരുമിച്ചാണ് വന്നത്. അതുകൊണ്ട് അവിടെ ഇൽഹാറാണ് ചെയ്യേണ്ടത്. ഇദ്ഗാം ചെയ്യണം എന്ന് ആരും എഴുതി വെക്കണ്ട. ഇദ്ഗാമും ബിഉന്നയാണ് അവിടെ നിയമം എന്ന് ആരും എഴുതണ്ട. മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു. ഒരേ പദത്തിൽ നൂനും ഇദ്ഗാമും ബിഉന്നയുടെ അക്ഷരവും ഒരുമിച്ച് വന്നു. അപ്പോൾ അതവിടെ ഇൽഹാർ ചെയ്യണം. മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഓപ്ഷനാണെങ്കിൽ വെളിവാക്കണം, മറച്ചു മണിക്കണം, ഉന്നത്ത് ചെയ്യണം എന്നൊക്കെ വന്നിക്കുകയാണെങ്കിൽ നമ്മളവിടെ വെളിവാക്കണം, വ്യക്തമാക്കി ഉച്ചരിക്കണം എന്നതാണ് അവിടെ ശരി അടയാളപ്പെടുത്തേണ്ടത്. അടുത്ത് തൻവീനു ശേഷം
ഈ അക്ഷരം വന്നാൽ തൻവീനിനെ ഇദ്ഗാമും ബിലാഉന്ന ചെയ്യണം. തൻവീനിന് ശേഷം ഏത് അക്ഷരം വന്നാലാണ് ഇദ്ഗാമും ബിലാഉന്ന ചെയ്യേണ്ടത്? ബിലാഉന്നയുടെ അക്ഷരങ്ങൾ രണ്ടെണ്ണമാണ്, ലാമും റാഉം. അപ്പോൾ തൻവീനിന് ശേഷം ലാമ് റാ എന്നീ അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാമും ബിലാഉന്ന ചെയ്യണം. അപ്പോൾ നമുക്ക് ഉത്തരം ലാമ് റാ. ഇനി ഓപ്ഷനാണ് വന്നത് എന്ന് വിചാരിച്ചോളൂ. അവിടെ ലാമോ അല്ലെങ്കിൽ റാഓ ഏതെങ്കിലും അക്ഷരവും തരും, അതിൻ്റെ കൂടെ മീമ് വാവ് 3 ഓപ്ഷൻ അങ്ങനെ തരും. അപ്പോൾ അതിൽ ഇദ്ഗാം ബിലാഉന്നയുടെ ലാമോ റാഓ ഉണ്ടോ നോക്കുക. അപ്പോൾ അതിനാണ് നമ്മൾ ശരിയടയാളപ്പെടുത്തേണ്ടത്. അടുത്തത് ചേർത്തി ഓതലാണ് നല്ലത് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്കവിടെ ടിക്ക് ചെയ്യാനുള്ളൊരു ചോദ്യമാണത്. കീൽ, അതായത് കില, കാഫുൽ ലാമും കൂടി തന്നത് സീല്, സ്വാദുൽ ലാമും കൂടി ചേർത്ത് നമ്മൾ വഖഫിൻ്റെ പാഠത്തിലാണ്. പിന്നെ ജീമ്, അങ്ങനെ 3 തന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ചേർത്തി ഓതലാണ് നല്ലത് എന്ന് സൂചിപ്പിക്കുന്നതിന് ടിക്ക് ചെയ്യണം. ഏതാണ് ചേർത്തി ഓതലാണ് നല്ലത്? സീല്, സില എന്നൊക്കെ പറയാം, മനസ്സിലാക്കട്ടാ. സ്വാദും ലാമോ അതാണ് ചേർത്തി ഓതലാണ് നല്ലത്. അപ്പോൾ ഇത് എല്ലാ എക്സാമിനും വരുന്നൊരു ചോദ്യമാണ്, എല്ലാവരും മനസ്സിലാക്കുക. ഒന്നെങ്കിൽ സീല് അല്ലെങ്കിൽ കീല്, ഇതിലേതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് വരിക. കീല് എന്താണ്? നിർത്തൽ ഏറ്റവും നല്ലത്. കീല് നിർത്തൽ ഏറ്റവും നല്ലതാണ്, സീല് ചേർത്തി ഓതലാണ് നല്ലത്. അതുപോലെ മറ്റുള്ളത് മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്ത ലൈലൻ തൊവീല എന്നതിലെ തൻവീനിനെ ലൻ തൊവീല, തൻവീനിന് ശേഷം തോ. ലൈലൻ തൊവീല, തൻവീനിന് ശേഷം തോ വന്നു, തോ ഇഖ്ഫ ആണ്. അപ്പോൾ അവിടെ ലൈലൻ തൊവീല എന്നതിലെ തൻവീനിനെ ഇഖ്ഫ ചെയ്യണം. ഞങ്ങളുടെ ഓപ്ഷനിൽ മറച്ചു മണിക്കണം, ഉന്നത്തോടെ ഓതണം, ഉന്നത്ത് കൂടാതെ ഓതണം. അപ്പം അത് ഇഖ്ഫ ആണ്, മറച്ചു മണിക്കണം എന്നതാണ് ശരി. അടുത്ത വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള ചോദ്യമായിട്ടാണ് വരിക. സാക്കിന മീമിന് ശേഷം ഫാ വന്നാൽ മീമിനെ ഡാഷ് ചെയ്ത് ഓതണം. ഫാ എന്താണ്? മീമിന് ശേഷം ഫാ വന്നാൽ ഇൽഹാർ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ് ബാവും മീമും അല്ലെങ്കിൽ അവിടെ ബാക്കി ഏത് അക്ഷരമാണ് മീമിന് ശേഷം വരുന്നതെങ്കിൽ ഇൽഹാർ ചെയ്യണം, മനസ്സിലാക്കുക. അടുത്ത സാക്കിനായ മീമിനെ ഇദ്ഗാം ചെയ്തതിന് ഉദാഹരണം. മീമിനെ ഇദ്ഗാം ചെയ്തതിന് ഉദാഹരണമാണ്. അപ്പോൾ അവിടെ മീമിന് ശേഷം മീമ് വന്നാലാണ് ഇദ്ഗാം ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷന് ഉള്ള ഇത് ടിക്ക് ചെയ്യുക. അങ്ങനെ വരുന്ന ചോദ്യങ്ങളൊക്കെ ടിക്ക് ചെയ്യാനാണ്, ഓപ്ഷണൽ ചോദ്യമായിട്ടാണ്, മനസ്സിലാക്കുക. അടുത്തതെന്താ? സാക്കിനായ മീമിന് വിധികൾ. സാക്കിനായ മീമിന് ഡാഷ് വിധികളുണ്ട്. സാക്കിനായ മീമിന് 3 വിധികളുണ്ട്. അപ്പോൾ അവിടെ 3 എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. ഏതൊക്കെയാണ് സാക്കിനായ മീമിൻ്റെ വിധികൾ? ഇദ്ഗാം, ഇഖ്ഫാ, ഇൽഹാർ, ഇങ്ങനെ 3 വിധികളുണ്ട്, മനസ്സിലാക്കുക. അക്ഷരങ്ങൾക്ക് ശേഷമുള്ള ഹംസകളെയാണ് ശ്രദ്ധയോടെ പാരായണം ചെയ്യേണ്ടത്. ഏതക്ഷരങ്ങൾക്ക് ശേഷമുള്ളതാണ്? സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷമുള്ള ഹംസകളെ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. അപ്പോൾ അതവിടെ 1 വേർഡ് ക്വസ്റ്റ്യനായിട്ട് വരാം. വിട്ട ഭാഗം പൂരിപ്പിക്കേണ്ട ഒരു ചോദ്യമാവും. എങ്ങനെ? സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷമുള്ള ഡാഷ് ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. അപ്പോൾ നമ്മളവിടെ എന്ത് എഴുതി കൊടുക്കണം? ഹംസകളെ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. അപ്പോൾ അവിടെ വീഡിയോയിലേക്ക് നോക്കിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. നോക്കൂ, ഇവിടെ എന്താണ്? ഇലൽ ഇബിലി, ഇലൽ എന്നിടത്ത് ലാമിന് സുക്കൂന് വന്നു, അതിനുശേഷം ഹംസ വന്നു, ഇബിലി, ഇലൽ ഇബിലി. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം, ഇല്ലെങ്കിൽ ഇവിടെ ഹംസ നഷ്ടപ്പെടും. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹംസ നഷ്ടപ്പെടും. എന്താണ് ചോദ്യം വന്നാൽ എന്ത് എഴുതാം? സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷം ഹംസ വരുമ്പം അവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വരും, മനസ്സിലാക്കട്ടാ. ഹംസ നഷ്ടപ്പെടും, സുക്കൂനുള്ള അക്ഷരത്തിന് ശബ്ദം വരും. അപ്പോൾ അവിടെ ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. ഇതാ വഫിൽ ആഹിറത്തി, ഇവിടെ ശ്രദ്ധിക്കണം,
ചോദ്യം വരികയാണ്, ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ നമ്മൾ എഴുതുക? സുക്കൂനുള്ള അക്ഷരത്തിന് ശേഷമുള്ള ഹംസകളെ ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹംസ നഷ്ടപ്പെടും, സുക്കൂനുള്ള അക്ഷരത്തിന് ശബ്ദ് വരികയും ചെയ്യും. അങ്ങനെ മനസ്സിലാക്കിയിട്ട് പഠിക്കട്ടാ. മാച്ച് ചെയ്യാൻ വരും. ശ്രദ്ധയോടെ പാരായണം ചെയ്യണം എന്ന് മാച്ച് ചെയ്യാൻ വരും. വഫിൽ ആഹിറത്തി ഇതന്നെ വരണമെന്നില്ല. സുക്കൂനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നതിലേക്ക് മാച്ച് ചെയ്യാൻ മനസ്സിലാക്കുക കേട്ടോ. ഉദാഹരണമൊക്കെ മനസ്സിലാക്കുക, പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് ചോദ്യപേപ്പറിലൊക്കെ വന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതുപോലെ ചോദ്യങ്ങൾ വരാവുന്ന ചോദ്യങ്ങളൊക്കെ പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കി പഠിക്കുക. ചോദ്യപേപ്പറുകളൊക്കെ നോക്കുക. ഈ വീഡിയോക്ക് താഴെ ഞാൻ ചോദ്യപേപ്പറുകളുടെ ലിങ്ക് ഇടുന്നുണ്ട്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. മറ്റു പാഠങ്ങളുടേതൊക്കെ ഇതുപോലെ വീഡിയോ ചെയ്തൊക്കെ ഉപയോഗപ്പെടുത്തുക. വേണ്ടവർ എൻ്റെ മൊബൈൽ നമ്പറിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ അവർക്ക് ഞാൻ പ്ലേലിസ്റ്റ് അയച്ചു കൊടുക്കാം. 82 89 89 29 85. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് പോലെ മറ്റു കൂട്ടുകാർക്കും ഉപകാരപ്പെടാൻ വേണ്ടി അവർക്ക് ഈ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.